അപ്പോൾ ചങ്ങായിമാരെ എല്ലാവർക്കും നമ്മളെ പുതിയ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ബ്ലോഗിലേക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പറയും സ്വാഗതം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് വോയിസ് പറഞ്ഞോ? അതല്ല, നിങ്ങൾ പറയുന്ന വോയിസ് കേൾക്കുന്നില്ല, കുറവാണ്. ഇല്ല, എന്റെ ഫോണിൽ കേൾക്കുന്നില്ല. ഇതാ ഇൻഗ്രീഡിയൻസ് പോയിട്ടുണ്ട്, പറയാ ഇൻഗ്രീഡിയൻസ് പോയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നിനെ പിടിച്ച് ഗസ്റ്റ് കൊണ്ടെന്നുള്ള പ്രശ്നം അപ്പളെ ഞാൻ വിഷയം എന്തായാലും ഗസ്റ്റില് മാളവികക്ക് ഞങ്ങളെ പുതിയൊരു ബ്ലോഗിലേക്ക് സുസ്വാഗതം, കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കാര്യം മുന്നോട്ടുണ്ട് മാളവിക. ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് എന്താണ്? ബെൽജിയം വാഫലാണ്. ബെൽജിയം വാഫല് എല്ലാവർക്കും സുപരിതമാണെന്ന് തോന്നുന്നു. എന്നാൽ പോലും അറിയാത്തവർക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾക്കും ഇഷ്ടമാണ്, ചെറിയ മക്കൾക്കും ഇഷ്ടമാണ്. അപ്പൊ ഫസ്റ്റ് നമ്മള് മിക്സിംഗ് ബോൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് എന്തൊക്കെ 2 എഗ് അഭിഷേകം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഒരു ലൈക്ക് ഡെസേർട്ടാണ്, കൈൻഡ് ഓഫ് ഡെസേർട്ട്. ഫുൾ ഡെസേർട്ട് എന്ന് പറയാൻ പറ്റില്ല, കൈൻഡ് ഓഫ് ഡെസേർട്ട് ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് യൂറോപ്യൻസ് യൂസ് ചെയ്യുന്ന മെയിൻ സാധനമാണ്. അതിലേക്ക് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മാളവിക കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണൊക്കെ കൂടിയിട്ടുണ്ട്. 30 എത്തിയിട്ടുണ്ട്. നമ്മള് യാതൊരു പ്രതീക്ഷയിലാണ് തുടങ്ങിയതാണ്. രണ്ട് വീഡിയോസും 100ന്റെ മേലെ കയറിയിട്ടുണ്ട്. അപ്പൊ 2 വീഡിയോസ് ഇത് നോക്കിയിരിക്കണം. ഇതെന്തിട്ട് നമ്മള് പാലിട്ടിട്ടുണ്ട്, മുട്ട ഇട്ടിട്ടുണ്ട്, ബിസ്കറ്റ്. അതിന്റെ ഒപ്പം എന്നിട്ട് ഐസും ഷുഗർ ഇട്ടെ. ഐസ് ഷുഗർ ഇട്ടിട്ടുണ്ടല്ലോ. ഐസും ഷുഗർ ഐസും ഷുഗർ ഇട്ടിട്ടാണ് വിസ്ക് ചെയ്യുന്നത്. എന്നിട്ട് വിസ്ക് ചെയ്തിട്ട് ആ ഷുഗർ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ചെയ്യുക. ഐസും ഷുഗറാണ് ബെറ്റർ. അല്ലെങ്കിൽ മറ്റേ ഇളകി ഒരു വൈക്കാവും. അപ്പൊ അതിന് ബെറ്റർ ഫാസ്റ്റായി ചെയ്യാൻ വേണ്ടിട്ട് മാളവിക സുഖം എന്നാണ് ഐസിങ് ഷുഗർ. ഐസിങ് ഷുഗർ വെച്ചാല് ഷുഗർ പൊടി, പൗഡർ. ഇതില് ഇത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ലിക്വിഡ് ഫസ്റ്റ് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാ. അങ്ങനെ ചെയ്യാം. ആ ഒരു തിയറി ഫോളോ ചെയ്ത് കഴിഞ്ഞാല് ഈസി ആയിരിക്കും. ലംസ് ഉണ്ടാവില്ല, കട്ട ഉണ്ടാവില്ല. ഇതിപ്പോ അതിലേക്ക് വേണ്ട എന്താണ്? ഫ്ലോർ, മൈദ ഇട്ടിട്ട് വേറെ കാര്യം നമ്മുടെ സുഹൃത്ത് കൊളീഗായ സൂപ്പർവൈസർ വൈഷ്ണവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ വൈഷ്ണവ്, ഹാപ്പി ബർത്ത്ഡേ വൈഷ്ണവ്. അത് വൈഷ്ണവ് റിക്വസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ് ഇത് ഫ്ലോർ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് മാളവിക അടക്കമുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് വിചാരിക്കുന്നു. ഫ്ലോർ മിക്സ് ചെയ്തിട്ട് അതിന്റെ അളവുണ്ട്, അത് നമ്മൾ ഇതിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം ഇൻഗ്രീഡിയൻസ് അളവ്. അപ്പൊ ആ കൺസിസ്റ്റൻസിയിൽ ഇതാക്കിയിട്ട് ഇതെന്താക്കുക, ഒരു ഡിസ്ക്രിപ്ഷൻ ഒരു ബാറ്റർ പരുവത്തിലാക്കി എടുക്കാം. നല്ല തിക്കാവരുത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ യൂസ് ചെയ്യുന്ന വഫൽ ബാറ്ററിന്റെ മെഷീൻ ഉണ്ട്, വഫൽ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വഫൽ മെഷീൻ ഇല്ലാണ്ടെങ്കിൽ ഇതേ ബാറ്റർ കുറച്ചും കൂടെ ലൂസ് ആക്കിയിട്ട് പാൻ കേക്ക് ആക്കാവുന്നതാണ്. ഇത് വഫൽ എന്ന് പറയുന്നത് ടേസ്റ്റ് ഒക്കെ സെയിം ആയിരുന്നത്. കൺസിസ്റ്റൻസി പോരാൻ അഭിഷേകിന് തോന്നിയിട്ടുണ്ട്. അതാണ് അഭിഷേക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൺസിസ്റ്റൻസി. സെയിം ടേസ്റ്റ് ഏകദേശം സെയിം ആയിരിക്കും. നിങ്ങളെ റൂമിലേക്ക് വരില്ല, നിങ്ങളെ റൂമിലേക്ക് വന്നതിന് ബാക്കി കൊണ്ടുതരാം. ഞങ്ങളെ റൂമിൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ വിളിക്കണ്ടേ കേട്ടോ. നമ്മളെ റൂമിൽ ഉണ്ടാക്കുന്ന സമയത്ത് അഭിഷേക് വേഫിളിന്റെ പൗഡർ, റെഡ് വെൽവെറ്റിന്റെ വേഫിളും വൈറ്റ് വേഫിളും ഡാർക്ക് വേഫിളും ഉണ്ട്. പൊടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെ ഉണ്ടാക്കാന്ന് വൈഷ്ണവ് സാഹചര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാം ഭാവിയിൽ ഫ്യൂച്ചർ. പക്ഷേ കൂടുതൽ കാര്യം പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഇതിലിട്ടുണ്ട്. സൂപ്പർവൈസറാണ് മച്ചാനില്ലാണ്ട് ലോഞ്ച് ഓർഡർ ഇല്ലാന്ന് കേൾക്കുന്നത്. പക്ഷെ നാട്ടിൽ പോയ ദിവസം മറ്റേ ഇവനുണ്ടല്ലോ, ആര് ജഗന് പെട്ടിരുന്നതാണ് നമ്മള് ഇവൻ പറഞ്ഞത്. ആര് ജഗൻ പറഞ്ഞത്. ഞമ്മോടല്ല എന്റെ കൂട്ടുകാരോട് പറഞ്ഞു. അപ്പൊ എന്തിട്ടുണ്ട് നമ്മളെന്താണ് ദോശമാവാക്കിയില്ലേ, അതിനേക്കാളും കുറച്ച് ടൈറ്റ്.
കുറച്ച് ടൈറ്റ് ആണ്. കേക്ക് കേക്ക് ബാറ്ററിനെക്കാളി കുറച്ച് ടൈറ്റ്. ഇതിട്ടിട്ട് ഇങ്ങനെ ഇളക്കി അതും ഇങ്ങനെ ഇളക്കം തന്നെയാ. ഇത് വിസ്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്താക്കും സ്പൂണിട്ട് ഇളക്കുമ്പോ ലംസ് കിട്ടും. ഇതിങ്ങനെ കട്ടകളെല്ലാം കൂടി കട്ടാട്ടോടിക്കാതെ മനസ്സിലാവുന്നുണ്ട്. ഇവളെ ആവശ്യമുണ്ട് ഫ്യൂച്ചറിലേക്ക് നമുക്ക് ബാക്കിയുള്ളവരെ പോലെ ലൈഗസ്റ്റും തിരിയുന്നുണ്ട് കാര്യങ്ങൾ. അതിന് ശേഷം ഇടാൻ പോകുന്നതാണ് ബേക്കിംഗ് പൗഡർ. ഇത് ഇടുന്ന എന്തിനാ മാളവിക പറയും? പൊന്തി വരാൻ. കറക്റ്റ്, പൊന്തി വരാൻ. പൊന്തി വരാനാണ് യൂസ് ചെയ്യുന്നത്. മാളയ്ക്ക് ബുദ്ധിയുണ്ട്, ഞാൻ മനസ്സിലായിട്ടുണ്ട്. മാളവികന്റെ ഇൻസ്റ്റാഗ്രാം ID പറഞ്ഞു, ആൾക്കാർ ഫോളോ ചെയ്യും. പൊന്തി വരണം സാധനം. ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. പാല് കലക്കിയിട്ടുണ്ട്. ഓയിലില്ല ഇതില്. ഇത് കെമിക്കലും വിഷമൊന്നല്ല, വനില എസൻസ്. കണ്ടാ പേടിക്കും കുറെ ആഡ് ചെയ്തെന്തിനാ ചിലവർക്ക് നല്ലൊരു സ്മെല്ല് ഫ്ലേവർ. എല്ലാവർക്കും എന്താ മുട്ടേന്റെ സ്മെല്ല് വരും. മുട്ട ഇടുന്നത് കൊണ്ട് മുട്ടേനെ വരും. എനിക്ക് പിടിക്കും, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് കട്ട് തിന്നു. അഭിഷേകം തിന്നു. ചില ആൾക്കാർക്ക് ഇതിന്റെ സ്മെല്ല് പ്രശ്നം ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്താ സ്മെല്ല് പോകാതിരിക്കാൻ വേണ്ടിട്ടും പിന്നെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്താ വനില എസൻസ്. ഏകദേശം കുക്ക് ആയിട്ടുണ്ട്. ശ്രദ്ധിക്കട്ടെ, അപ്പൊ ഏകദേശം ഇത് മിക്സ് വെൽ കുക്ക്ഡ് ആയിട്ടുണ്ട്. അവസാനം വയ്ക്കുന്ന സാധനമാണ് എന്ത്? ബട്ടർ, മെൽറ്റഡ് ബട്ടർ. ഇത് അവസാനം ആഡ് ചെയ്താൽ മെൽറ്റഡ് ബട്ടർ. മെൽറ്റഡ് ബട്ടർ കൺസിസ്റ്റന്റ് കറക്റ്റ്ലി ആയി. പിന്നെ ഭയങ്കര ഹോട്ട് ബട്ടർ ആഡ് ചെയ്യാറ്. റൂം ടെമ്പറേച്ചർ മൈദ കുക്കാവും. മെൽറ്റഡ് റൂം മെൽറ്റ് ചെയ്യുക, പുറത്ത് വെക്കുക. പുറത്ത് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാല് എന്താവും? അല്ലെങ്കിൽ മൈദ എന്താവും? കുക്കാവും. ആ പ്രശ്നമുണ്ട്. അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ഒരുമാതിരി റബ്ബർ ഷേപ്പ് പോലെ മീൻസ് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലും കിട്ടും. ഏത് ഈ ബട്ടറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷെ നമ്മൾ മൈദ ആഡ് ചെയ്തിട്ട് ബട്ടറും കൂടി വരുമ്പോഴാണ് കറക്റ്റ് ഒരു ഫോം കറക്റ്റ് ആവും, എല്ലാം കറക്റ്റ് ആവും. ഇനി നമ്മളൊക്കെ ഉണ്ടാക്കി വെച്ച ബട്ടറിനെ നമ്മൾ ഒരു ചിയൻ പാനിലേക്ക് മാറ്റുകയാണ്, ഫുഡ് കണ്ടെയ്നറിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് മാളവിക അടക്കമുള്ള പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി എന്താക്കി സെറ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിനെ മെഷീനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇല്ലാത്തവർക്ക് അഭിഷേക് ഓൾറെഡി പറഞ്ഞു കുറച്ച് ബാറ്റർ ലൂസ് ആക്കിയിട്ട് പാനിൽ വെച്ച് പാൻ കേക്ക് ആക്കാം. അത് ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് അമീർ ഷെഫും അഭിഷേക് ഷെഫും. ഉണ്ടാക്കിയിട്ട് ടൈം കിട്ടാൻ ഞങ്ങളുടെ റൂമിൽ ഉണ്ടാക്കി ടൈമല്ല, എന്തായാലും ഉണ്ടാക്കി തരും. നിങ്ങളെ റൂമിലേക്ക് കൊണ്ട് നിങ്ങളെ എത്ര ആൾക്കാരുടെ ടോട്ടല്? ഞങ്ങളെ റൂമിൽ 2 ആളെയല്ലോ. 2 ആൾക്കുള്ള ഉണ്ടാക്കി തരുന്നത്. ഇതാണ് നമ്മള് കിച്ചണിൽ യൂസ് ചെയ്യുന്ന വഫൽ മെഷീൻ. വോഫൽ മെഷീൻ ആണിത്. അപ്പൊ അത് നമ്മൾ ഓരോ പ്രീ ഹീറ്റ് ചെയ്തു. എത്ര 260 ഡിഗ്രിയിൽ ചെയ്തിട്ടുണ്ട്, ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ എന്താക്കുന്നത്? ബട്ടർ ആഡ് ചെയ്തിരുന്നത്. ബട്ടർ ആഡ് ചെയ്യുമ്പോൾ ബട്ടർ ഓൾറെഡി മെൽറ്റ് ആവും. ഇത് ലെയർ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ്. കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയില്ലേ? കേക്ക് ഉണ്ടാക്കും മറ്റേ പേപ്പർ വെച്ചിട്ട് ബട്ടർ പേപ്പർ, പേപ്പറിന്ന് ന്യൂസ് പേപ്പർ വെക്കാൻ പറ്റും. അറിയില്ലെങ്കിൽ പറയാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇത് തീരുമാനാക്കട്ടെ. എന്നിട്ടുണ്ടല്ലോ ഈ ബട്ടർ എന്താക്കും? മെൽറ്റ് ചെയ്യാണ്. മെൽറ്റ് ചെയ്തിട്ട് എന്താക്കും? ബ്രഷ് യൂസ് ചെയ്തിട്ട് എന്താക്കും? ഓരോ സ്പോട്ടിലേക്ക് ഓൾറെഡി അടിച്ചാക്കിയിട്ടുണ്ട്. ഓൾറെഡി വഫൽ രംഗത്ത് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള എന്നിട്ട് അത് വൈഷ്ണവർക്ക് എക്സ്പീരിയൻസ് പറയാം നമ്മളോട്. കുറെ തരത്തിലുള്ള വൈഷ്ണവ് ഉണ്ട്, നമുക്ക് വഫൽസ് ഉണ്ട്. അപ്പൊ വഫൽ മെഷീനിലേക്ക് എന്താക്കിയിട്ടുണ്ട്? ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജീവചരിത്രമൊക്കെ പറയാനുള്ള സെക്ഷൻ അടുത്ത് വരുന്നുണ്ട്. നമ്മൾ വെറും കുക്കിംഗ് വീഡിയോകൾ ഒതുക്കുന്നതല്ല, നമ്മളെ ഫുൾ എക്സ്പ്ലോർ ചെയ്യും. വിജയിക്കാൻ പോലെ ഇതിട്ട് എന്താക്കുന്നത്? വഫൽ മെഷീനിലേക്ക് ബാറ്റർ വെച്ച് വെച്ചിട്ട് എന്താക്കണം? ആ ലെയർ കംപ്ലീറ്റ് കവർ ചെയ്യണം. അല്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാല് ഒരു സൈഡ് നല്ല ഷേപ്പും ഒരു സൈഡ് ഷേപ്പ് ഈ ബ്രിക്ക് പോലെ ഉണ്ട് ഉള്ളില്. ആ കട്ടി ഷേപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ ഇത് ഇപ്പൊ ഫിൽ ആയിട്ടുണ്ട്, ഏകദേശം എത്തിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതിന്റെ എന്താക്കും? ഇത് ഒരു 15 മിനിറ്റിലേക്ക് 2 സൈഡും കുക്ക് ചെയ്യാൻ വേണ്ടി മനസ്സിലാവും. 15 മിനിറ്റ് ആണ് ഈ മെഷീന്റെ ടൈം. അത് കഴിഞ്ഞാൽ സാധനം കുക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ബേക്കറി ഐറ്റം ആയത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചൂസ് ചെയ്തു? വൈറ്റ് ചോപ്പിംഗ്. പർപ്പസ് എന്താണ്? വൈറ്റ് ചോപ്പിംഗ് ഡയറി ബേക്കറി ബ്രെഡ്
ഈ സാധനം എന്ത്? അത് വൈറ്റ് ചോപ്പിംഗ് ബോർഡ്, ഇതിന്റെ പേര്. ബോർഡാ, ബോർഡാ. അപ്പൊ ബേക്കറി ആൻഡ് ഡയറി ഐറ്റംസിന് യൂസ് ചെയ്യുന്ന സാധനമാണ് ഇത്. വൈറ്റ് ചോപ്പിംഗ് ബോർഡ്. അങ്ങനെ റൂൾ ഉണ്ട്, നമ്മൾ ഫോളോ ചെയ്യണം. ഹൈജീൻ ഓർ എർത്തിങ്. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യണം. അപ്പൊ ഓൾറെഡി സാധനം സെറ്റായി വന്നിട്ടുണ്ട്. അഭിഷേക് എടുക്കാൻ പോയതാണ് അത്. അഭിഷേക് എടുത്തിട്ട് വരുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ സാധനം എത്തി. വാ ഇത് കഴിക്കുമ്പോൾ മെൽറ്റൻ മൗത്ത് ആവില്ല, ഇത് കുറച്ച് ഹാർഡ്. അപ്പോൾ ലുക്കിൽ ലൈക്ക് വാവൽ പിടിക്കാൻ നോക്കുന്നത്. അപ്പൊ ചങ്ങായിമാരെ സാധനം ഇതാണ്, കണ്ടില്ലേ? ഇത് കണ്ടിട്ടുണ്ടാവും, കാണാത്തവര് കുറവ്. ഞാൻ ഇതിൽ ഈ ഫീൽഡിൽ എത്തിയപ്പോഴാണ് കണ്ടത്. അപ്പൊ എന്നെ പോലെ ആൾക്കാരുണ്ട്, എന്നെ പോലെ ആൾക്കാരുണ്ടോ? ഞാൻ കഴിച്ചിട്ട് കണ്ടൊരു സാധനം. കഴിച്ചോണം, ഫുഡ് ട്രൈ കഴിക്കാൻ പറ്റൂ. ഇത് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ 4 പോർഷൻ ആക്കിയിട്ട് കൊടുക്കുന്നത്. ഈസി ആയിരിക്കും. മറ്റേന്ന് വെച്ചാല് ഒരു പപ്സ് കഴിക്കുന്ന ലാഭത്തിൽ കഴിക്കാൻ പറ്റില്ല, അത്രയും വലുതായതുകൊണ്ട്. പപ്സ് തന്നെ മലയാളി കഴിക്കുന്നതിന്റെ അവസ്ഥ അറിയാലോ. മറ്റേ സൗബിൻ ഷാരനെ പറഞ്ഞിട്ടുണ്ട്, മലയാളികളെ നാളെ കിടത്തുന്ന ഫുഡാണ് പപ്സ്. ഇതില് പ്രകാശന്റെ ഞാൻ പ്രകാശല്ല, അപ്പോ ഗാർണിഷിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഗസ്റ്റിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് വന്നത്. ഷെഫിനോട് ഒന്ന് പറയോ, സ്ട്രോബെറി യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് ചോക്ലേറ്റിൽ കോട്ട് ചെയ്ത്. റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാല് നമ്മൾ ചെയ്ത് കൊടുക്കൽ എന്ന് ഷെഫ് എന്ന ഒരു മനസ്സറിയിക്കട്ടെ. ഇത് കണ്ടപ്പോ ഗസ്റ്റിന്റെ മനസ്സും വയറും ഒരുമിച്ച് നടന്നു. പക്ഷെ ഇതിന്റെ വേഗം സ്റ്റോറി ഉണ്ട്, ഗസ്റ്റിന് ഫുള്ള് കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിയുടെ വൈഫ് വെയിറ്റ് ചെയ്യുന്നോണ്ട് ഗസ്റ്റ് 2 കഴിച്ചു. അവരൊപ്പം കഴിക്കാനുണ്ടായതുകൊണ്ട് ഫാമിലി ഗുഡ് കോംപ്ലിമെന്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഷെഫിനോട് പറയണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഭയങ്കര ഹാപ്പിനെസ് മൊമെന്റ് ഒക്കെ കിച്ചൺ നടക്കാറുണ്ട്. അത് ഞങ്ങൾക്ക് സ്പെഷ്യൽ കോംപ്ലിമെന്ററി ആണ്. അതിപ്പോൾ നിങ്ങൾ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് ഗസ്റ്റ് ഒരാൾക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ അയാൾ പറയാണ് നല്ല രസമുണ്ടെന്ന്. അത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ മാളവികക്ക് എന്താ ഇത് കണ്ടിട്ട് തോന്നുന്നത്? ഒന്നും തോന്നില്ലേ? ശ്രുതിക്ക് കഴിക്കാൻ തോന്നുന്നു, അതാ വിഷയം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതെന്താക്കുക നമ്മള്, ഇതൊരു ഗാർണിഷ് തരത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് സെപ്പറേറ്റ് നമ്മൾ കൊടുക്കും, എന്ത് ഡിപ്പ് ബോളിൽ ചോക്ലേറ്റ് കൊടുക്കും. പക്ഷെ ഇത് നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന പർപ്പസിൽ ഫസ്റ്റ് ചെയ്തിട്ട് ഫ്ലോപ്പ് ആയ പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചോക്ലേറ്റിന്റെ കട്ടി കൂടിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസി. അപ്പൊ ആ പരിപാടി ഫ്ലോപ്പ് ആയി. അപ്പൊ ഞങ്ങൾക്ക് തെറ്റുകൾ പറ്റാൻ നിങ്ങൾക്ക് തെറ്റാം, മനുഷ്യന്മാരാണ്, ആർക്കും തെറ്റു പറ്റാം. അപ്പൊ രണ്ടാമത് വരെ നമ്മൾ നോക്കുന്നത് എന്താണ്, മറച്ചു വെച്ചിട്ട് ആവാസത്തിൽ പ്ലേറ്റ് വെക്കുന്നത്. ഇപ്പൊ അഭിഷേകം എന്താ ഇത് ചോക്ലേറ്റ് ചോക്ലേറ്റ് കഴിക്കുന്നവർക്ക് ഇത് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ സാധനം ഉണ്ടാക്കുന്നത്. അതിന്റെ വീഡിയോ നോർമൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് അല്ല, അത് ചോക്ലേറ്റ് ഗനാഷാണ്. ചോക്ലേറ്റ് വെറും ചോക്ലേറ്റ് മെൽറ്റ് നിങ്ങൾ കരുതണ്ട, ടേസ്റ്റ് വ്യത്യാസമുണ്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ഇത് ഹീറ്റ് ചെയ്തിട്ട് മെൽറ്റ് ആക്കിയിട്ട് കൊണ്ടുവന്നു. ഇപ്പൊ മറ്റേനേക്കാളും കുറച്ചുകൂടി സ്പീഡിൽ സാധനം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. നമ്മള് എതിരട്ടത് ഇന്ത്യൻ ആ കൺസിന്റെ നമ്മൾ ഉദ്ദേശിച്ചത്. ആ വീഡിയോ കാണാതിന് മുമ്പിലുണ്ട്. അത് പോയാൽ കാണുമ്പോ അപ്പൊക്കെ മനസ്സിലായി ഏകദേശം എന്താണല്ലോ. ഇത് കുപ്പിയില്ല, കുപ്പി അതില്ല. അത് കഴിഞ്ഞിട്ട് ഇത് ടോപ്പ് ചെയ്തിട്ട് ചോക്ലേറ്റ് ടോപ്പ് ചെയ്തിട്ട് വെച്ച് ഗാർണിഷ് ചെയ്യുന്ന കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ കാണുമ്പോ തന്നെ ഒരു ലുക്ക് ലൈക്ക് എന്താണ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ വളരെ ഇഷ്ടപ്പെടുന്നില്ല കണ്ടിട്ട്, ഇത് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സ്ട്രോബെറി യൂസ്. നിങ്ങൾക്ക് എന്താണ് ഈ പർപ്പസ് അനുസരിച്ച് എന്ത് യൂസ് ചെയ്യാം. നോർമലായിട്ട് നമ്മുടെ കിച്ചണിൽ വഫൽ വിത്ത് ഫ്രൂട്ട്സും വഫൽ വിത്ത് ചോക്ലേറ്റ് ആണ് പോകുന്നത്, സെർവ് ചെയ്യുന്നത്. അതല്ലോ ചോക്ലേറ്റിന്റെ മാർബിൾ സിറപ്പ് സെർവ് ചെയ്യാം, മാപ്പിൾ സിറപ്പ് അതല്ലോ. അപ്പോൾ സാധനം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് സൈഡൊക്കെ വന്ന പക്ഷേ വൈപ്പ് ചേർക്കണ്ടേ. ഇതിന് മുകളിൽ നമ്മൾ എന്താ ഗാർണിഷ് പർപ്പസിന് വേണ്ടിയിട്ട് ഐസും ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താക്കും, ചോക്ലേറ്റിനുള്ള വെള്ളപ്പൊടി പോലെ കടന്നിട്ട് കാണുമ്പോൾ ഒരു അഭിഷേക് എപ്പോഴും പറയാനെ ഇപ്പോഴും പിന്നെ ഓർമ്മപ്പെടും. ഫുഡ് കണ്ണുകൊണ്ടാണ് അല്ല, ഇത് വേറെ ഡയലോഗ്. അത് ടൈമിങ്ങിൽ ഡയലോഗ് അടിക്കുക. അഭിഷേക് പറയുന്നത് അത് ലുക്കിലേക്ക് വാവ് വരില്ല. അത് കാണുമ്പോ വരും. തപ്പു ക്ഷമസി വരും. അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു.
ഇതുപോലെ മോർ വീഡിയോസ് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. നമ്മൾ ഇത് മാത്രമല്ല, ഇതിൽ ഒതുങ്ങിക്കൂടുന്നില്ല, നമ്മളെ ഗ്രൂപ്പ് ഇന്ത്യൻ ഡിഷസ് ട്രൈ എല്ലാം ചെയ്യുന്നതാണ്. അല്ല ഇന്ത്യ നല്ല വേൾഡ് വൈഡ് ഞങ്ങൾ സഞ്ചരിക്കാൻ പോവാണ് ഡിഷസിന്റെ വയസ്സിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്നും അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ വീണ്ടും കാണുമ്പോഴേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പാട്ടും പഠിക്കും. മറ്റേ ബെൽ ബട്ടൺ അമർത്തുക.